നല്ല വിഷമമുണ്ട്. നമുക്ക് ആ രാത്രിയിലത്തെ ഉയർന്ന അവിടെ അടിപൊളി. രാവിലെ അത്ര സൺസെറ്റും കൂടി ഇല്ലാത്തതുകൊണ്ട് അത്ര സുഖം ഉണ്ടായില്ല, എന്നാലും ഇറ്റ്സ് ഗുഡ്. പക്ഷെ രാത്രി ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അടിപൊളിയാണ്. പക്ഷെ കാണാൻ പറ്റില്ല, വിഷമമുണ്ട്. ഫോണിൽ ശ്രദ്ധിച്ചു. നമ്മളെന്തായാലും നമ്മുടെ ഇവിടേക്ക് പോവാണ്. കാറെടുക്കണം, കാർ അവിടെ നിർത്തിയിട്ടേക്കാം. കാറെടുത്തിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. അവിടെ 7 മണിക്ക് നമ്മൾ നിൽക്കണമെന്നാണ്. അപ്പോൾ ഇവിടെ കുറേ റൂംസ് ഉണ്ട് പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ നമ്മുടെ ഈ ഒരു വഴി മുഴുവൻ ക്ലിഫ് കണ്ടു കഴിഞ്ഞ് നമ്മുടെ ഒരു ഏരിയ ഫുള്ള് റിസോർട്ട്, റൂം, സ്റ്റേ, അതേപോലെ അങ്ങനത്തെ കാര്യങ്ങളായിട്ട് ഫുള്ള് ഇതായിട്ടിരിക്കുക. പിന്നെ അതേപോലെ നമുക്ക് ചുറ്റിലുള്ളത് ബീച്ചും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ രാത്രിയിലത്തെ സൺസെറ്റിൻ്റെ ഒരു ക്ലിഫിൻ്റെ വ്യൂ കാണാൻ പറ്റിയില്ല. അപ്പോൾ രാവിലത്തെ സൺസെറ്റിന് പോകാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. പക്ഷേ രാവിലെ നമ്മൾ എഴുന്നേറ്റപ്പോൾ വൈകിയതുകൊണ്ട് നമുക്ക് എന്തായാലും കുഴപ്പമില്ല, ഓക്കെയാണ്, അടിപൊളിയാണ്. പക്ഷേ നമ്മൾ ഷോപ്പിൽ ഏറ്റവും മുകളിലോട്ട് നമ്മൾ അങ്ങോട്ട് നടന്നില്ല. കുറേ ഷോപ്പ് മുകളിലോട്ടുണ്ട്, ഇഷ്ടം പോലെ ഷോപ്പുണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് നടന്നില്ല, കാരണം നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകണം. അപ്പോൾ നമുക്ക് ടൈം അത്രയ്ക്ക് നമുക്ക് മാനേജ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ മുകളിലോട്ടൊന്നും നടന്നില്ല, ജസ്റ്റ് ആ ഒരു പോർഷൻ ഒന്ന് കവർ ചെയ്തു, ജസ്റ്റ് ഒന്ന് ഞാൻ വീഡിയോ എടുത്തു വന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും അടിപൊളിയാണ്. ശരിക്കും ഏറ്റവും കൂടുതൽ കാണേണ്ട സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ എന്തായാലും ഈ വർക്കിലേക്ക് വന്ന് കാണുമ്പോൾ നമുക്ക് അത്ര ഇതാവും. പിന്നെ അതേപോലെ ഈ ഒരു സൈഡും സെക്ഷൻ ഫുള്ള് റിസോർട്ടും കാര്യങ്ങളാണ്. കൂടുതലും എനിക്ക് തോന്നുന്നത് ബ്ലാക്ക് ബീച്ചിൻ്റെ റിസോർട്ടുകളാണ്. ഈ ബ്ലാക്ക് ബീച്ചിൻ്റെ റിസോർട്ടാണ് ഈ രചന ബ്ലാക്ക് ബീച്ച് റിസോർട്ട് വരുന്നത്. അപ്പോൾ ഒട്ടുമിക്കത് അപ്പം റിസോർട്ടൊക്കെ ബുക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നേരിട്ട് വന്ന് തന്നെ ബുക്ക് ചെയ്യണം. കാരണം എന്തായാലും നമുക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അഫോർഡബിൾ ആണോ നോക്കാനൊക്കെ കാര്യങ്ങൾക്ക് എളുപ്പമാണ്. അതേപോലെ ഈ മറ്റേ രചനാസ് ബ്ലാക്ക് ബീച്ച് റിസോർട്ട് ആയതുകൊണ്ട് നമുക്ക് ക്ലിഫിൽ കയറുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് കയറിപ്പോയതും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയായിരുന്നു. പിന്നെ ഈ ക്ലിഫിൻ്റെ ഉള്ളിൽ തന്നെ കുറേ റിസോർട്ടുണ്ട്, അതൊക്കെ ബുക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സൺസെറ്റ് വ്യൂവും കാണാം. അപ്പോൾ അടിപൊളിയൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി വരിക. അപ്പോൾ നമ്മൾ ആ ക്ലിഫിൻ്റെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. അപ്പോൾ അങ്ങനെ കാറി കയറി ഇതാ പോകാൻ തുടങ്ങി. ചുറ്റിലും ബീച്ചുകളാണ്. അങ്ങനെ വന്ന വഴി ഫുള്ളുള്ള ബീച്ചുകളും കണ്ട് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കയാക്കിംഗ് സെക്ഷനാണ്. കണ്ടൽക്കാടുകളുടെ ഇടയിൽ കൂടിയുള്ള കയാക്കിംഗ് ആയിരുന്നു. അപ്പോൾ കയാക്കിംഗ് വേണമെങ്കിൽ ഇവിടുന്ന് ബോട്ടിൽ നമ്മൾ പോയിട്ട് അവിടെ നിന്ന് വേണമെങ്കിൽ കയാക്കിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഫോർഡ് ചെയ്യാം.